നേരത്തെ യുവതീ പ്രവേശം സംബന്ധിച്ച വിവാദമുണ്ടായപ്പോൾ ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഇപ്പോൾ അതല്ല, ഇതൊരു അന്വേഷണം നടക്കുക. അവിടെ ഒരു കവർച്ച നടന്നു, അത് കണ്ടെത്തി അതിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അയ്യപ്പനിലും ശബരിമലയിലും വിശ്വാസമുള്ള ആളുകൾ, ഒപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ പേരും. കാരണം ഇതൊരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല. ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം മതവിശ്വാസ ഭേദമന്യേ ആർക്കും ചെന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരിടമാണ്. പലരും അങ്ങനെ പോകുന്നവരാണ്. അവിടെയാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ മുഴുവൻ മനസ്സിലെ ഒരു നീറുന്ന വിഷയമായിട്ട്, അവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്ത ഒരു സംഭവമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടക്കുന്ന ഒരു അന്വേഷണം ആയതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിൽ വലിയ വിശ്വാസമാണ് ഉള്ളത്. കാരണം ആരും സംരക്ഷിക്കപ്പെടുകയില്ല. ഇതിലെ പ്രതിയായവര്, കുറ്റം ചെയ്തവര് ആരും സംരക്ഷിക്കില്ല എന്ന ഒരു വിശ്വാസമാണ് ഉള്ളത്. പക്ഷേ ഇപ്പൊ കുറെ ദിവസമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂട് വർദ്ധിച്ചതിനെ തുടർന്നാവണം ഇതിന്റെ അന്വേഷണം അല്പം മന്ദഗതിയിലായിട്ടുണ്ടോ, ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ എന്ന കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ട്, ഭക്തർക്ക്, വിശ്വാസികൾക്ക് ആ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. അതുപോലെ പ്രതിപക്ഷവും അതിനെ സംശയദൃഷ്ടിയ കാണുന്നു.